പറ. ഇന്നത്തെ വ്ലോഗ് ആക്ച്വലി ആര്യയിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. കാരണം എന്താ? കാരണം ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ആര്യയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മളിങ്ങനെ പുറത്തു പോവാണ്. ആര്യക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എവിടെ പോണേന്ന്? ഐഡിയ ഇല്ല. ഇവരിതാ വന്നു, എന്നെ വിളിച്ചോണ്ട് പോകുന്നു. സത്യം പറഞ്ഞ സാധാരണ ആൾക്കാർ കേട്ട എന്തെങ്കിലും ഒരു ആകാംക്ഷ കാണും എവിടെ പോണേ എന്താണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ നിങ്ങളുടെ പുറത്ത് കാണിക്കുന്നുണ്ട്. പുറത്ത് കാണിച്ചിട്ട് ഓവർ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവളാണെങ്കിൽ സങ്കടപ്പുണ്ട്. ഇവളാണെങ്കിൽ ആക്ച്വലി ഒന്നും ചോദിക്കണമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ചോദിക്കാത്തത് സർപ്രൈസ് ആയിട്ട്. എന്തായാലും ഞാൻ പോണ വഴിക്കും ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയണില്ല, പോണ വഴിക്ക് ഞാൻ പറയാം. മീൻസ് കാണിച്ചു തരാം എവിടെയാണ് ഇനി പോണേന്ന്. എവിടെയാണോ എന്തോ കൊണ്ടുപോകുന്നത് പ്രതീക്ഷിച്ച എവിടെയാണെന്ന്. അങ്ങനെ നമ്മൾ ആര്യയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലാൻഡേൺ എന്ന് പറയും, ലാൻഡേൺ കഫേ അങ്ങനെ എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ആ കഫേയിലാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തതാണ്. അവളെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഇനി എന്താണെന്ന് അറിയില്ല. ഫുഡ് കഴിച്ചിട്ട് ഒരു ചെറിയൊരു കേക്ക് പോലത്തെ ഒരു സംഭവം മുറിക്കാനാണ് വിചാരിക്കുന്നത്. കാണിച്ചു തരാം. ഞാനൊരു പ്രോൺസ് ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്, പക്ഷേ ഞാൻ പ്രോൺസ് കാണാനില്ല കേട്ടോ. ആര്യ എന്തോ വെറൈറ്റിയാണ് പറഞ്ഞത്, എന്തോ നൂഡിൽസിൻ്റെ എന്തോ സംഭവമാണ് പറഞ്ഞത്. ചേട്ടനൊരു ബീഫ് സ്റ്റീക്കാണ് പറഞ്ഞത്. ഇനി എവിടെ പോണേന്നറിയോ? ചേട്ടാ നേരെ വീട്ടിൽ വിട്ടോ. എന്തേലും ഐഡിയ? ഇനി പോകുന്നുണ്ടോ? ഇനി എവിടെ പോണേന്ന് കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലാണുള്ളത്. ആക്ച്വലി സ്റ്റുഡിയോയിലാണുള്ളത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചു എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പം ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. ആര്യ, ഞാൻ ഒരു ടാസ്ക് തരാം. നിനക്കൊരു 10 മിനിറ്റ് ഞാൻ തരും. ഇപ്പൊ ആക്ച്വലി അതായത് ഒരു 15 മിനിറ്റ് കൊടുക്കാം. അതൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഒരു 15 മിനിറ്റ് തരാം. നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കണം. ഇഷ്ടംപോലെ എടുക്കാമോ? ടെൻഷനായി പോയി ജിതിൻ ചേട്ടൻ. ശരി, നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഡ്രസ്സോ അല്ലെങ്കിൽ ചെരുപ്പോ അങ്ങനെ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ആര്യക്ക് വേണ്ടിയാ വിട്ട്. എന്താണ് സാന്ദ്രയത്? സമയം ഇപ്പം 3:50 ആവാറായി. ഒരു ഡ്രസ്സ് ആക്ച്വലി സെലക്ട് ചെയ്ത്, പക്ഷെ അത് കൊള്ളാവില്ലെന്ന് അറിഞ്ഞുകൂടാ. ഇനി ബാക്കി നീ ഇട്ടിട്ട് വാ. ഓക്കെ, 50 3:50 കഴിഞ്ഞ് നിനക്ക് ഡ്രസ്സ് ഇല്ല. എങ്ങനെയുണ്ട്? അങ്ങനെതാ ആര്യയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് സിനിമ കാണാൻ പോവാണ്. ഇന്ന് ആക്ച്വലി എമ്പുരാൻ ഇറങ്ങിയ ഡേ ആണ്. അപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചോറ് എമ്പുരാൻ എഴുതി കാണിക്കുന്ന ടൈറ്റിൽ ഇടുന്നതാണ്. അങ്ങനെതാ നമ്മളിങ്ങനെ സിനിമ കാണാൻ പോവാണ്. കറക്റ്റ് ആര്യയുടെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് ഇറങ്ങിയത്. ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്റെ ബർത്ത്ഡേ ദിവസമായിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ സിനിമ പൊട്ടാറായെന്നാണ് ഞാൻ കേട്ടത്. ഇഷ്ടപ്പെട്ട ഇന്നത്തെ ദിവസം? സൂപ്പർ ആയിരുന്നു. വിഷയം അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇവരെനിക്ക് തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് ആ ഒരു റെസ്റ്റോറന്റിൽ പോയി കഴിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് കൊണ്ടുവന്ന സംഭവം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മേടിക്കാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു അതോടുകൂടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞ് നേരെ ഫിലിമിന് പോവും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് വലിയ സർപ്രൈസ് ആയി പോയി. ഭയങ്കര സർപ്രൈസ് ആയി. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ.
അങ്ങനെ ഇപ്പം സിനിമയ്ക്ക് പോവാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട് ചേട്ടാ? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല പ്രത്യേകിച്ച്. വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിനക്ക് ബർത്ത്ഡേ ഇഷ്ടമായല്ലേ? ആക്ച്വലി സത്യം പറഞ്ഞാൽ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ആര്യയുടെ ബർത്ത്ഡേ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമുക്ക് ഒരു ടൈമിങ്ങും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇനി അടുത്ത വ്ളോഗ് കാണുന്നവരേക്കും